ഈ കറികൾ ഞാൻ ഇതിനു മുമ്പ് എവിടെയോ വെച്ച് കഴിച്ചതുപോലെ തോന്നുന്നുണ്ടല്ലോ. ഹലോ, ഞങ്ങളെ വിടില്ലേ? അയ്യോ, അതെങ്ങനെ ശരിയാകും? കുറച്ച് കഴിയുമ്പോ ഞങ്ങൾക്ക് പോയല്ലേ പറ്റൂ. ശരി, ഞങ്ങള് പോകുന്നില്ല. പക്ഷേ ഈ ഫുഡ് കഴിക്കണം. മോള് പറയുന്നത് കണ്ടില്ലേ കിരൺ? കണ്ടു. മോൾ ഇതുവരെ കഴിച്ചിട്ടുള്ളതില് ഏറ്റവും ടേസ്റ്റുള്ള ഫുഡ് താനുണ്ടാക്കിയതാണെന്നല്ലേ? ആ, അതാണ് കൈപുണ്യം. ഞാൻ കഴിച്ചിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും നല്ല ഫുഡ് എന്റെ അമ്മ ഉണ്ടാക്കിയിട്ടുള്ളതാ. ആ ടേസ്റ്റ് മറ്റൊരിടത്ത് നിന്നും എനിക്ക് കിട്ടിയിട്ടില്ല. അതൊരു പ്രത്യേക റെസിപ്പി ആയിരുന്നു. അത് കിരണിന് അറിയാവോ? ചെറിയൊരു ഐഡിയ ഉണ്ട്. എങ്കിൽ ഞങ്ങൾക്കത് ഉണ്ടാക്കിത്താ. ഏയ്, അതൊന്നും ശരിയാവില്ല. ഞാൻ പാചകത്തിൽ വൻ പരാജയമാണെന്ന് തനിക്കറിയാലോ. മുട്ട ഒരിച്ചാ പോലും കൊളായി പോവും. അതാ എന്റെ കൈപുണ്യം. അതൊക്കെ വെറുതെ തോന്നുന്നതല്ലേ. ഒന്ന് മനസ്സ് വെച്ചാ കിരണിന് നന്നായിട്ട് കുക്കിംഗ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇല്ലടോ. ആദ്യം ഈ നെഗറ്റീവ് ചിന്തകളൊക്കെ മനസ്സിൽ നിന്നൊന്ന് എടുത്ത് കളാ. ബാക്കിയൊക്കെ തനിയെ ശരിയായിക്കോളും. കിരൺ തുടങ്ങിയാ മതി, ഞങ്ങൾ സപ്പോർട്ടിനുണ്ടല്ലോ. ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാന്ന് പറഞ്ഞാ ഞങ്ങളിത് എടുത്തു തരാം. പിന്നെ അതൊക്കെ പാകത്തിന് ചേർക്കാൻ ഹെൽപ്പും ചെയ്യാം. നിങ്ങൾക്ക് രണ്ടുപേർക്കും അത്ര നിർബന്ധമാണെങ്കിൽ നമുക്കൊന്ന് ട്രൈ ചെയ്യാം. എന്തെങ്കിലും പണി കിട്ടും തോന്നിയാ താൻ ഏറ്റെടുത്തോണം. അതൊക്കെ ഞാൻ ഏറ്റു. നമുക്ക് കിച്ചണിലേക്ക് പോവാം. വാ ധോനി മോളെ. വാ, എണീറ്റ്. ഇവർക്ക് മാത്രം എങ്ങനെ എപ്പോഴും സന്തോഷിക്കാൻ പറ്റുന്നത്? ഞാൻ എത്രയൊക്കെ ശ്രമിച്ചിട്ടും എനിക്ക് ടെൻഷൻ മാത്രം മിച്ചം. കറിവേപ്പില ഇടുന്നില്ലേ? കറിയില് ഇട്. കിരണും ദുർഗ എപ്പോഴും ഒന്നിച്ചുണ്ട്. പൃഥ്വിക്ക് എന്റെ അടുത്തൊന്ന് ഇരിക്കണമെങ്കിൽ നല്ല നേരം നോക്കണം. എന്തൊരു കുഴപ്പമോ ഇത്. ഇവരുടെ സന്തോഷം കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അവള് കരയണേ,
അവളുടെ കണ്ണീർ എനിക്ക് കാണണം. ഉം. അല്ല, ഇന്ന് ഒരുപാട് വിഭവങ്ങളൊക്കെ ഉണ്ടല്ലോ. കഴിക്ക്. ഈ കറികൾ ഞാൻ ഇതിനു മുമ്പ് എവിടെയോ വെച്ച് കഴിച്ചതുപോലെ തോന്നുന്നുണ്ടല്ലോ. ചെറിയച്ഛന് കറികളൊക്കെ നന്നായി ഇഷ്ടായെന്ന് തോന്നല്ലോ. അതെ, എല്ലാം നന്നായിട്ടുണ്ട്. ആഹാ, മഹിയേട്ടനപ്പോ നന്നായിട്ടുണ്ടെന്ന് പറയാനൊക്കെ അറിയാവോ? ഞാൻ ഭക്ഷണം ഉണ്ടാക്കി തരുമ്പോ ഇങ്ങനൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. നന്നായിട്ടുണ്ടെങ്കിലല്ലേ നല്ലതെന്ന് പറയാൻ പറ്റൂ. ദുർഗയുടെ കൈപുണ്യം പറയാതിരിക്കാൻ പറ്റില്ല. എല്ലാത്തിനും നല്ല ടേസ്റ്റ് ഉണ്ട്. ആണോ?